സോ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഗൈസ്, എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കണം നോക്കണ്ട, ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് നേരെ വന്ന് എടുക്കുന്ന ഇൻട്രോ ആണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രത്ത് പോവാണ്. എന്തിനാ ട്രിവാൻഡ്രത്ത് പോകുന്നതെന്ന് നിങ്ങൾക്ക് തമ്മിലുണ്ടപ്പോൾ എന്തായാലും മനസ്സിലായി കാണും. അതെ ഗൈസ്, നമ്മുടെ ഈഗിളിന്റെ കുഞ്ഞാവയുടെ മൂലട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ട്രിവാൻഡ്രം പോകുന്നു. അതൊക്കെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കുഞ്ഞു കുട്ടി, ഭയങ്കര ഒരു നല്ല ഒരു ക്യൂട്ട് വ്ളോഗ് ആയിരിക്കും ഇത്. സോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മള് ഇപ്പൊ ഞാൻ എണീറ്റേ ഉള്ളൂ. ഞാനിപ്പോ പ്ലാൻ ചെയ്ത് വെച്ചേക്കണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് നേരെ ഈഗിളിന്റെ അവിടെ പോകും. അതായത് ഈഗിളിന്റെ വീട് അടൂരാണ്. പരിപാടി നാളെയാണ് ഗൈസ്, 13-ാം തീയതി. അതായത് ഇന്ന് 12-ാം തീയതി, നാളെയാണ് പരിപാടി 13-ാം തീയതി. അപ്പോൾ ഇന്ന് ഈഗിളിന്റെ വീട്ടിൽ പോയിട്ട് അവനായിട്ട് ഞങ്ങള് രാത്രി ഞങ്ങളുടെ ഒരു ചേട്ടനുണ്ട്, ശരത്തേട്ടനുണ്ട്. അപ്പോൾ ചേട്ടന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പോകാനാണ് പരിപാടി ഞങ്ങളുടെ. പക്ഷേ ഈഗിളിന്റെ വീട്ടിലോട്ട് പോകാനുള്ള ബസ് എനിക്ക് മിസ്സായിപ്പോയി. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇന്നലെ ഇവിടെ കുറെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് കിടന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇനിയിപ്പോൾ എനിക്ക് അറിയത്തില്ല എങ്ങനെ പോകണമെന്ന്. ഇപ്പം സമയം 2 മണി, ഉച്ചയ്ക്ക് 2 മണിയായി സമയം. നേരെ പോയിട്ട് KSRTC നോർമൽ ഏതെങ്കിലും ബസ്സിൽ കയറി അടൂരിലോട്ടുള്ള ബസ് നോക്കണം. ലെറ്റ്സ് ഗോ ഗൈസ്. അതിന് മുന്നേ സ്ഥിരം പരിപാടി ഇവനെ കൊണ്ട് ബോർഡിങ്ങിലാക്കണം. ഇത് 2 ദിവസത്തെ ആയിരിക്കും. ഇന്ന് ഞാൻ പോയിട്ട് ഇന്നിപ്പോൾ ഇറങ്ങിയിട്ട് നാളെ വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാത്രി എത്തത്തുള്ളൂ ഞാൻ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇവനെ എന്തായാലും നമുക്ക് ബോർഡിങ്ങിലാക്കണം. എല്ലാം പാക്ക് ചെയ്ത് സെറ്റായിട്ട് പോകാം. അപ്പോൾ ഗൈസ് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എന്താ പറയാ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതായത് നമ്മൾ TV-യിലെ എല്ലാവരും പരിപാടിക്ക് വരും, മനസ്സിലായില്ലേ? നമുക്ക് നമ്മുടെ TV ഗാങ്ങിന്റെ മീറ്റപ്പ് വല്ലപ്പോഴും ഞങ്ങള് നടത്താറുള്ളൂ. സോ ഇതുപോലത്തെ പരിപാടിയൊക്കെ വരുമ്പോഴായിരിക്കും അല്ലാതെ തന്നെ എല്ലാവരും ഒത്തുകൂടുന്നത്. എല്ലാവരെയും കാണണം, നമുക്ക് എല്ലാം നമ്മുടെ ഈ വ്ളോഗിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും പരിപാടി തുടങ്ങാം. മക്കളെ, ബോർഡിങ്ങിൽ പോവാടാ. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരത്തുള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരത്തുള്ളൂ ഇനി. അതുകൊണ്ട് നിന്നെ ബോർഡിങ്ങിലാക്കാൻ പോവാണ്. അവിടെ അലമ്പൊന്നും കാണിക്കാതെ നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും സമയമില്ല, 2 മണിയായിട്ടുണ്ട്. നമുക്ക് മാക്സിമം ഒരു 3-3:30 ഇവിടെ നിന്ന് ഇറങ്ങണം. ഇവരെ ബോർഡിങ്ങിലാക്കണതിന് മുന്നേ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഡയറ്റൊക്കെ എടുക്കാൻ തുടങ്ങിയോണ്ട് ഫുഡൊക്കെ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. രാവിലത്തെ ഫുഡ് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്ത് കഴിക്കാം. 2 മണിയായി. ഇപ്പോഴാണ് ഞാൻ രാവിലത്തെ മീൽ ഞാൻ നോർമലി കഴിക്കാറ്. എപ്പോഴും ഞാൻ എണീക്കുമ്പോൾ നോർമലി ഒരു 12 മണി 1 മണി ആ ഒരു ടൈമൊക്കെ ആകാറുണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ രാവിലത്തെ ഫുഡ് വരുന്നത്. 150 ഗ്രാം ഗ്രീക്ക് യോഗട്ടും 40 ഗ്രാം ആൽമണ്ടും 150 ഗ്രാം ആപ്പിളും പിന്നെ 50 ഗ്രാം ഓട്സും. അതല്ലാണ്ട് വാട്ടർ മെലോൺ 200 ഗ്രാമും ഉണ്ട്. 1 സ്കൂപ്പ് വേ ഉണ്ട് രാവിലത്തെ മോർണിംഗ്. അതാണ് മോർണിംഗിലത്തെ നമ്മുടെ ഫുഡ് റൊട്ടീൻ. 50 ഗ്രാം ഓട്സ് എടുക്കാം. ഇത് ഞാൻ ഇപ്പോൾ വാങ്ങിയ ഓട്സാ, സഫോളയുടെ. 40 ഗ്രാം ആൽമണ്ട് ഇട്ട് കൊടുക്കാം. ഇത്ര ഒന്ന് നോക്കാം. പകുതിയോട് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ആവും. ഓക്കെ, 150 യോഗട്ട് 150 ഗ്രാം. ഇത്രയും നമുക്കൊന്ന് അടിച്ചെടുക്കാം. ആപ്പിളൊക്കെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് അതോടെ ഇതിനോട് വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അല്ലാതെയും കഴിക്കാറുണ്ട്. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനകത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. എനിക്ക് രാവിലത്തെ ഫുഡ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ്. കാരണം ഞാൻ താമസിച്ച് എണീക്കുന്നുണ്ട്, അതിനനുസരിച്ച് സെറ്റ് ചെയ്തതാണ്. അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തല്ല, എൻ്റെ ട്രെയിനർ സെറ്റ് ചെയ്തതന്നെ. ഇങ്ങനെ കുഞ്ഞോട്ട് മുറിച്ചില്ലെങ്കിൽ എൻ്റെ ബ്ലെൻഡർ ചത്തുപോകും. പരിപാടി ചെയ്തിട്ടുണ്ട് കണ്ടോ, സെറ്റാണ്. ഇത് കുടിച്ച് ചേർക്കാൻ ഭയങ്കര പാടാണ്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. തീർന്നു. ലെറ്റ്സ് ഗോ. സുന്ദരി കുട്ടി പോവാം നമുക്ക്. അവർക്ക് ഇത് എടുക്കുമ്പോഴേ മനസ്സിലാവും ലൈക്ക് എവിടെയോ പോകാൻ വേണ്ടിയാണ്. നിന്നേ മരിക്കുന്നേ. സിറ്റ് നോ. ായിരിക്കും ഒരു ട്രിപ്പ് പോകണം. പാവത്തിനാണല്ലോ ബോർഡിങ്ങിലൂടെ പോകണേ. സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് ഫുൾ മനസ്സിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെ കൊണ്ട് ബോഡിയിലാക്കാം ഗൈസ്. ചെറുതായിട്ടൊന്ന് പണി പാളി. ബോർഡിങ് ഫുള്ളാണ്. അയ്യോ ഗൈസ്, ഇനി അതായത് നമ്മളെപ്പോഴും ഇവിടെയാണ്, അതായത് കാക്കനാട് റോംസ് ആൻഡ് ട്രാക്സിലാണ് നമ്മൾ ഇവിടെ ബോർഡിങ്ങിലാക്കണം. എൻ്റെ പൊന്നി വാ, ഒന്ന് അടങ്ങിയിരിക്കുമോന്ന്. എന്തൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ ബാക്കി കിടന്ന് ഗൈസ്. അപ്പോൾ സീനെന്ന് പറഞ്ഞാൽ ഇവിടെ വിഷു ഈസ്റ്റർ എല്ലാം കൂടി ആയതുകൊണ്ട് ഞാനത് ഓർത്തില്ല. ദൈവമേ, ഇനി എന്ത് ചെയ്യും?
സമയവും ഇല്ല. ഇവിടെ ബോർഡിങ്ങിൽ നോക്കണം. നമ്മൾ അടുത്ത് ഇവിടെ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു ബോർഡിങ്ങിൽ വന്നിട്ടുണ്ട്. അതെന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. മിക്കവാറും ഇവിടെയും ഫില്ലാവാനുള്ള ചാൻസ് കൂടുതൽ. ഞാൻ നോക്കട്ടെ ഗൈസ്. ഇവിടെ ഇല്ല. മുഞ്ചി മൊത്തത്തിൽ മുഞ്ചി എന്താണെന്ന് അറിയത്തില്ല. ഇനിയോട് പട്ടി മറ്റൊരു സ്ഥലമുണ്ട്. അത് ഇവിടെ നിന്ന് നല്ല ദൂരമുണ്ട്. ഇനി അവിടെ പോകണമെങ്കിൽ നമ്മൾ ഒരു പരിപാടി നടക്കൂല. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ലേറ്റ് ആവും. എനിക്കറിയില്ല എന്ത് ചെയ്യണം. ഇപ്പൊ ഉണ്ടോ കോ ഡ്രൈവർ സീറ്റിലെങ്കിൽ ഇരിക്കുക. എന്നെ എവിടെയെങ്കിലും ആക്കിയിട്ട് നീ പോയാൽ മതി എന്നുള്ള രീതിയിലാണ് ആളെ ഇരിപ്പ്. ഹലോ ഇവ എന്ത് ചെയ്യും? നിന്നെ റോഡിൽ വിട്ടിട്ട് പോട്ടാടി. വേറെ വഴിയൊന്നുമില്ല. വീടിനെ തടച്ചിട്ടിട്ട് പോവല്ലേ നിന്നെ? ഞാൻ മിക്കവാറും ഇന്ന് ഈലിൻ്റെ അവിടെ പോക്ക് നടക്കൂല. ട്രിവാൻഡ്രം പോണ പരിപാടി നടക്കത്തുള്ളൂ എന്നാണ് എൻ്റെ മനസ്സ് പറയണത്. ഞാൻ പട്ടി മറ്റൊന്നുണ്ടെങ്കിൽ അവിടെ കൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ കേസ്. അവിടെ ഇല്ലെങ്കിൽ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. കേസ് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് വണ്ടർല. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ ഇങ്ങോട്ടൊന്നും വരാറില്ല. പക്ഷേ സ്റ്റിൽ ഗൈസ് ഈ സ്ഥലം കാണുമ്പോൾ കുറേ മെമ്മറീസാണ് നമ്മുടെ. അതായത് നമ്മൾ ട്രിവാൻഡ്രത്തുള്ളവരുടെയൊക്കെ മീൻസ് കൂടുതലും ട്രിവാൻഡ്രം ഉള്ളവർ നമ്മൾ സ്കൂൾ ട്രിപ്പും വണ്ടർല എന്ന് പറഞ്ഞ സ്ഥലം ഒരു മെയിൻ ഒരു സ്ഥലമാണല്ലോ. ഞാനിങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഇതിങ്ങനെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ എന്തോരം മെമ്മറീസ് അല്ലേ ഇവിടെ. അത് നമ്മളങ്ങോട്ടൊക്കെ ഉള്ളവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. കാരണം അവിടെ ഇപ്പം ട്രിവാൻഡ്രം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലൊക്കേഷൻ ഉള്ളവർക്കൊക്കെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വണ്ടർല, ലുലു അതൊക്കെയാണ് ആ ഒരു സമയത്ത്. അത് ഞാനിങ്ങനെ ഓർത്ത്. ബൈ ടാറ്റ ഗൈസ്. നമ്മൾ അടുത്ത ബോർഡിങ്ങിന് എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പട്ടി മറ്റെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുക. പക്ഷേ ഇവിടെ നല്ലതെന്നാണ് ഞാൻ അറിഞ്ഞത്. നോക്കാം എന്തായാലും. സ്ഥലം എത്തി. ഇനിയിവിടെ 2 ദിവസം. ഹാർഡസ്റ്റ് തിങ് എവിടെ വിട്ടിട്ട് പോണത്. അതാണ് എപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ ഉള്ള ആകപ്പാടുള്ളൊരു വലിയ വിഷമം. ഓക്കെ. ഇതാണ് ഗൈസ് ഇവിടുത്തെ ബോഡി. ഞാൻ പോയിട്ടിരാവേ. ഗുഡ്ഗലായിട്ടിരിക്കണേ. അച്ഛൻ പോയിട്ടിരാം കേട്ടാ. കേട്ടാ ഗൈസ്. അപ്പോൾ അവളെ ബോർഡിങ്ങിലാക്കി. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഭയങ്കര ഒരു വിഷമമാണ് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് പോകുമ്പോൾ. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ്. എന്നിട്ട് നമുക്ക് ഒരുങ്ങിയിട്ട് നേരെ അടൂരിലോട്ട് പോകാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. സമയം ഇപ്പം കണ്ടല്ല 5:21. പെട്ടെന്ന് റെഡിയായിട്ട് 6 മണിക്ക് ഇറങ്ങണം. എന്നാലേ 9 മണിക്കെങ്കിലും അടൂരിലെത്തത്തുള്ളൂ. ഇന്ന് 1:30 ഇറങ്ങാൻ നിന്നെയാണ് ഗൈസ്. കണ്ട ഓരോരോ പണികൾ വരുന്ന വഴി നമ്മൾ അറിയത്തില്ല. അപ്പോൾ ഗൈസ് വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വ്ളോഗ് കുറച്ച് ലെന്തി വ്ളോഗായിരിക്കും. ഇതിൻ്റെ ടൈം സ്റ്റാമ്പ് കൊടുത്തേക്കാം. നിങ്ങൾക്ക് സ്കിപ്പാക്കണവർക്കൊക്കെ സ്കിപ്പ് മെയിൻ സംഭവങ്ങളൊക്കെ കാണാം. ഓക്കെ. ഇത്ര ലേറ്റായി സ്ഥിതിക്ക് ഇനി ഫുഡും കഴിച്ചിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് പോയി ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആവട്ടെ. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഫുൾ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇപ്പോൾ സമയം 6:30. കുഴപ്പമില്ല ഗൈസ്, ലേറ്റ് ആയാലും കുഴപ്പമില്ല. മിക്കവാറും നമ്മൾ നാളെ ട്രിവാൻഡ്രത്തോട്ട് പോകത്തുള്ളൂ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഞാൻ ഇത്രയും ചെയ്തത് ഗൈസ്, അതായത് നമ്മൾ തിരിച്ചൊന്ന് കയറുമ്പോൾ മൊത്തവും അലമ്പായിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. റീസ്റ്റാർട്ടബിൾ ഇച്ചിരി എനിക്ക് കൂടുതലായതുകൊണ്ട് ഞാനൊന്ന് ഫുള്ളൊന്ന് ക്ലീൻ ആക്കിയിട്ടാണ് ഇറങ്ങുന്നത്. സോ അതുകൊണ്ടാണ് വീണ്ടും കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് പോവാം. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നേരെ ഇവിടുന്ന് ഊബർ പിടിച്ച് വൈറ്റില പോകണം. അവിടെ നിന്ന് കോട്ടയോ അല്ലെങ്കിൽ അടൂർ ബസ്, ഏതെങ്കിലും ബസ്സിൽ കയറണം, പോകണം.
കുറേ സ്നേഹമാണ് വീണ്ടും KSRTC കയറുന്നത്. സോ ഗൈസ് ലെറ്റ്സ് ഗോ. എങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ സെറ്റല്ലേ? ഓക്കെ അപ്പോൾ പോകാം ഗൈസ്, കമോൺ. 6 മിനിറ്റ് കേട്ടോ നമ്മുടെ വണ്ടി ഇപ്പോൾ എത്തും. KL 32V3096. ലെറ്റ്സ് ഗോ. യെസ്, ചേട്ടനെത്തി. ചേട്ടാ താഴോട്ട്. നമ്മുടെ വണ്ടി എത്തി, നമ്മുടെ ഊബർ എത്തി. 2 വാഗണർ ഉണ്ടല്ലോ ഇതിൽ. ഏതാ മാർബേ? അതല്ല, ഇതായിരുന്നു. സമയം 7:15 കഴിഞ്ഞ് നമ്മൾ വൈറ്റിലെത്തിയിട്ടുണ്ട്. ഇനി ബസ് തപ്പണം. ഭയങ്കര തിരക്ക് ഗൈസ്. എൻ്റെ അളിയാ പെട്ടെന്നാ തോന്നണം. നോക്കാം എന്തായാലും. മുന്നേ ഇതെന്തൊരു തിരക്കെന്ന് നോക്കിയേ ഗൈസ്. ബസ് കിട്ടി. കോട്ടയത്ത് പോയിട്ടാണ് അടൂർ പോണേ. എല്ലാവരെയും പക്ഷികളെ കണ്ട് പറത്തി വിട്ടു. ഗൈസ് പയ്യൻ നമ്മളെ പിക്കപ്പ് എത്തിയിട്ടുണ്ട്. ഹലോ, ഈ സമയത്ത് പുറത്തിറങ്ങാറുണ്ടോ നീ? ഗൈസ് ഇപ്പം എത്തിയുള്ളൂ. ഇപ്പം വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. സമയം കണ്ടോ നിങ്ങൾ? എത്ര മണിയായിരുന്നു? 11:25. ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. കുറേ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഇരുന്നിട്ട് പറയാം. ഗൈസ് അങ്ങനെ അടൂരെത്തി. എന്നെ പിക്ക് ചെയ്യാൻ അളിയനാണ് വന്നത്. അളിയ ഡ്രൈവർ അളിയ. ഗൈസ് സമയം കണ്ട 12 മണിയാവാൻ 2 മിനിറ്റ്. വലിയ കഥകളാണ് ഗൈസ്. വണ്ടിക്കകത്ത് ബസ്സിൻ്റെ അകത്ത് അടിയും ബഹളവും, അയ്യോ ബ്ലോക്കും, ഉത്സവവും, തിരക്കും, എങ്ങനെയൊക്കെ എത്തി. നമ്മളിവിടെ അൽറാസീൽ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വന്നതാണ്. എന്തെങ്കിലും പോയി കഴിക്കാം, അല്ലെങ്കിൽ ചത്തുപോകും ഞാൻ. ഡയറ്റ് ആയതുകൊണ്ട് നമുക്ക് അൽഫാം കഴിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അളിയ വാ. ഹലോ പറടാ. ഗൈസ് ദിസ് ഈസ് മൈ ബ്രണ്ട്സ് ഫ്രം UK. റിച്ചാണ് കേട്ടോ എല്ലാവരും. ദൈവം പെണ്ണ് നോക്കുന്നുണ്ട് ഗൈസ്. ആരെങ്കിലും അവിവാഹിതരെങ്കിലും ഉണ്ടെങ്കിൽ സമീപിക്കാം. ഫുഡൊക്കെ കഴിച്ച് ഗൈസ്. എങ്ങനെയാണ് അളിയ? ഫുഡ് നല്ലായിരുന്നല്ലേ? നൈസാണ് ഗൈസ്. ഒരു 5 സ്റ്റാറിൽ നമ്മളൊരു 4.5 സ്റ്റാർ കൊടുക്കും. അറിയില്ല, പത്തനംതിട്ട ജില്ലയാണ്, മനസ്സിലായോ? പത്തനംതിട്ടയിലെ അടൂരിലെ ഒരു നല്ല ഒരു കടയാണ് അൽറാസി. കൊള്ളാം, നൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഈഗിളിൻ്റെ വീട്ടിൽ പോകും. ഈഗിളിനെ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇനി ആർക്കും അറിഞ്ഞുകൂടാത്തവർക്ക് എൻ്റെ ഫ്രണ്ടാണ്. ഈസ് ഓൾസോ മൈ ഫ്രണ്ട്. അപ്പോൾ ഈഗിൾ അഖാദിലിൻ. അപ്പോൾ അവൻ്റെ വീട്ടിലോട്ടാണ് ഗൈസ് പോകുന്നത്. പോയിട്ട് അവിടെ നിന്ന് നമ്മൾ രാവിലെ 5 മണിക്ക് എണീക്കുമെന്നാണ് ഈ പറയാൻ കഴിഞ്ഞ വിവരം. രാവിലെ 5 മണിക്ക് എണീറ്റ് ട്രിവാൻഡ്രത്തോട്ട് പോകും. അപ്പം നമുക്ക് എന്തായാലും ഇപ്പം അങ്ങോട്ട് പോകാം. ഇവിടെ നിന്ന് അവിടെ എത്ര കിലോമീറ്റർ ഉണ്ടല്ലോ? ഇവിടെ നിന്ന് അങ്ങോട്ട് 15 കിലോമീറ്ററാ? ഇവിടെ നിന്ന് ഈഗിളിൻ്റെ അങ്ങോട്ട് 15 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. നമ്മൾ എത്തിയെങ്കിലും ഇവിടെ ആരുമില്ല. അയ്യോ, അങ്ങനെ നമ്മളെത്തി. പക്ഷെ ആരുമില്ല, എല്ലാവരും ഉറങ്ങിയേട്ടാ. ഞാൻ ഇനി ആരെ വിളിക്കും? ഗൈസ് ചെറിയൊരു പ്രശ്നമുണ്ട്. അവരെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്ന് ഉറങ്ങി എല്ലാവരും. അപ്പോൾ ഞാൻ എന്തായാലും ഇവൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. എന്നിട്ട് രാവിലെ 5 മണിക്ക്, ഇപ്പോൾ സമയം 1:30 രാവിലെ 5 മണിക്ക് നമുക്ക് ഇങ്ങോട്ട് വരാം. രാവിലെ 5 മണിക്ക് 6 മണിക്കാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നതെന്ന് പറഞ്ഞത്. എന്തൊക്കെ പർച്ചേസിങ്ങും കാര്യങ്ങളും പിന്നെ എന്തൊക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു ആ അമ്മമാർക്ക്. അപ്പോൾ അവന്മാർ നേരത്തെ ഒന്ന് കിടന്നുറങ്ങുമെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അയ്യോ, മുടിഞ്ഞ തണുപ്പ്. ഗൈസ് അങ്ങനെ എത്തി. ഇന്നൊന്ന് സമാധാനമായിട്ട് 4 മണിക്കൂർ കിടന്ന് ഉറങ്ങണം. എന്നിട്ട് രാവിലെ എണീക്കാൻ പോകണം. അതാണ് പരിപാടി. അല്ലേ അളിയാ? എൻ്റെ വ്ളോഗാ ബ്രോ. ഞാനിപ്പോൾ കൺസിസ്റ്റൻ്റ് ആണ് ബ്രോ വ്ളോഗിൽ. നമ്മളറിയത്തില്ല. ഓക്കെ കേസ്, അപ്പോൾ ഞാൻ എന്തായാലും കിടന്നുറങ്ങട്ടെ. അപ്പോൾ നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സൗണ്ട് മാറി എണീറ്റു.
2 മണിക്കൂറത്തെ വെച്ച് കിടന്നില്ല, ഉറങ്ങില്ല. 1 മണിക്കൂറൊന്ന് ഉറങ്ങി 3ൻ്റെ ഇടയ്ക്ക്. 5 മണിയായി. ഇപ്പോൾ പെട്ടെന്ന് പോയി കുളിച്ച് ഡ്രസ് ഇട്ട് വരാം. നമ്മൾ ഒരുങ്ങിയിറങ്ങി നമ്മൾ നേരെ ഈഗിളിൽ അങ്ങോട്ട് പോവാ. അവിടെ നിന്നിട്ട് അവൻ്റെ ചെരുപ്പ് തുടയ്ക്കണമെന്ന് ഇവിടെ താമസിച്ച് 5:45 ഇപ്പം 6 മണിക്ക് തന്നെ ഇറങ്ങണേ. അവിടെ ഈഗിൾ ഗെയിമിംഗ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. പറപ്പിച്ച് വിടുവാപ്പാ. നമ്മളെത്തി. പട്ടികളുണ്ടല്ലോ കുറെ, ഡേഞ്ചർ. 4 ടാർപ്പയും കാണാൻ ഇരിക്കുക. ഹായ് രാവിലെ. എടാ നീ രാവിലെ കണ്ടുണ്ടാ? എന്റെ അച്ഛനോട് പറഞ്ഞിട്ടില്ലേ ഇനി മേലാ ഞാൻ രാവിലെ എണീച്ചില്ലെന്ന് പറയുന്നത്. ഈ വീട്ടിൽ ആളില്ലേ? നമ്മൾ ഈ 5 മണിക്ക് ഇവിടെ 6 മണിക്ക് വന്ന് നിൽക്കാനുള്ളതിന്റെ കാര്യം എന്താ പറയുക? ദിനേശ് ആ ഭയത്തിന്റെ പേരാണ്. പച്ചക്ക് വിളിക്കും. അവിടെ വീഡിയോടെ മുട്ടൻ വിഷയമാണ്. ഡോർ തുറക്കാൻ ആളില്ല. പ്രശ്നം ഉണ്ടാക്കാ. വീട് ചുറ്റും കൊടുക്കാൻ എടാ അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നീ എന്തോ ഈ പറയുന്നേ? എടാ കൈ കയറണ്ടേ അതിന്? എടാ നീ ഒന്ന് വന്ന് ഇങ്ങോട്ട് നടക്കൂല. പണി കഴിയുന്നില്ല. പിന്നെ എടാ നീ ഒന്ന് നിന്റെ 2ാമത്തെ കല്യാണമാണോ ഇത്? ചെരുപ്പൊന്നും തുടക്കണ്ട. ഏത് വേണം? ഏത് ചെരുപ്പ് വേണം? എടുത്തോളിയാ, നമ്മടെ വീട്. എവിടെ ഹായ് കല്ലട പയ്യൻ. അളിയ 2 വാക്ക് പറ. ഇത് കണ്ണണ്ടാ പോവേ, നീ ഇത് കാണണ. എടാ ഇത് എന്തുവാടാ ഇത്? നമ്മള് ഹെവനിലെത്തി. പക്ഷെ ഹെവനിൽ ലൈറ്റെല്ലാം ഓണാക്കണം, വിഷയമാണ്. ഇപ്പൊ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ടേക്കാണ്. 5090 വിഷയം. ഓ മൈ ഗോഡ്. നിങ്ങൾക്ക് ആരാ ഹൈറ്റും വെയിറ്റും ഉള്ള ഹൈറ്റ് ആദ്യം പറഞ്ഞ? പിന്നെ ചന്ദ്രൻ അഴകപ്പൻ നിങ്ങൾ പറയൂ. ഇതിനു മുന്നേ ഇരുന്നത് കൊണ്ട് കിടക്കൂ. എന്താടാ എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? ബോബൂട്ടാ നമ്മൾ എത്ര മണിക്കാണ് പോണേ ഇവിടെ നിന്ന്? നമ്മളിവിടെ 6 മണിക്ക് ഇറങ്ങും കൃത്യം. പിന്നെ എനിക്ക് നിർമ്മാല്യം തൊഴിലുണ്ട്. 6 മണിക്ക് കൃത്യമായിട്ട് ഇറങ്ങുമല്ലേ? ഇപ്പൊ 6:10 സോറി വാച്ചന്റെ അല്ല, അതുകൊണ്ട് അതിന്റെ പ്രശ്നമാണ്. ഇതൊന്ന് കുറെ സീഫറാക്കല്ലേ. എന്തിനാണ് അടി? ഇന്നവിടെ എനിക്ക് അപ്പം കിട്ടില്ല അടിയാതെ. ഞാൻ ഫസ്റ്റ് 6 മണിക്കല്ലോ പോകുന്ന പറഞ്ഞേ. 6:30 ഇറങ്ങോ? പിന്നെ 7 മണിയാകുമ്പോൾ തിരിഞ്ഞാണെന്നോ സ്ലോ മോഷനില്ലേ? കൊള്ളാണ്. ഇങ്ങനത്തെ കളർ എന്തോന്ന് അയ്യേ. എൻ്റെ കുറച്ച് ഫാമിലി ഓഡിയൻസ് ആണേ, അനാവശ്യ കാര്യങ്ങളൊന്നും പറയരുത്. റൈറ്റ് ദിസ് കണ്ണാടി. സോ ഹായ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു അനദർ വ്ളോഗ്. ഇന്ന് നമ്മുടെ കുഞ്ഞുവാവയുടെ 28 മൈക്ക് താഴെ വെച്ചിട്ട് സംസാരിക്കുകയാണ്. ഇന്ന് കുഞ്ഞുവാവയുടെ 28 അപ്പൊ 28 നൂലുകെട്ട്. 28 ഓൾറെഡി കഴിഞ്ഞ്. ഇപ്പൊ എത്ര ദിവസമായി? 8-ാം തീയതി ആയിരുന്നു, കഴിഞ്ഞ 8-ാം തീയതി. അപ്പൊ 8 ഉം 36 ദിവസമായി.
36 ദിവസം. ഓക്കെ, അപ്പൊ 36-ാം ദിവസമാണ് നമ്മൾ നൂലായിട്ട് നടത്തുന്നത്. അപ്പൊ കുഞ്ഞാവയുടെ പേര് അതെ ഹാപ്പിയാണ്. കുറിയൊക്കെ ഇട്ട് ഞാൻ കാണിച്ചുതരാം, ഫുൾ ലുക്ക് കാണിച്ചുതരാം. വെയിറ്റ്, ഞാൻ ഷർട്ടൊക്കെ ഇട്ടു. ഓ എല്ലാവരും കമൻറ്റിൽ പറയണം എങ്ങനെ ഷർട്ട് ഉണ്ടെന്ന്. അപ്പൊ പറയാം ബ്ലാക്ക് ഷർട്ട് മതിയെന്ന് എല്ലാവരും. ബ്ലാക്ക് ഷർട്ട് മതി എന്ന് പറയും. അപ്പൊ ഞാൻ ഊരി എറിയത്. അപ്പോൾ നമ്മൾ ഇപ്പം നേരെ പോവല്ലേ? അതെ, നേരെ പൂവാറോട്ട് പോകണം. 9:30 എത്തണമെന്നാണ് പറഞ്ഞത്. ഇപ്പം തന്നെ 6:30 ആയി. നമുക്ക് പോകണം, അവിടെ എത്തണം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അവിടെ ചെന്നിട്ട് കാണാം ബാക്കിയൊക്കെ. ഹായ് പ്രഭ. ഹലോ. മുണ്ടൊക്കെ കൊടുത്ത് ഒന്ന് കാണിക്കട്ടെ വീഡിയോയില്. എന്താണ്, സുഖാണോ? സുഖമാണ്. പോലീസാ? പള്ളിക്കാരനെ കണ്ടായിരുന്നു. ഇല്ല, ആർക്കൊന്നും പറ്റിയൊന്നുമില്ല. ആര് പേരുണ്ടായിരുന്നു? പഴം മേടിക്കട്ടാ. ബൂട്ട് ഇറങ്ങി വെച്ചിട്ടാണോ? മുമ്പിച്ച് പോകാൻ ഇല്ല. ഗൈസ്, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട്. നമ്മുടെ കീരിപ്പുണ്ട വന്നിട്ടുണ്ട്. കീരിപ്പുണ്ട നമ്മുടെ ഓറഞ്ച് സ്വിഫ്റ്റിൻ്റെ ഓണർ അൽ സക്കീർ ഹുസൈൻ. ഓ, ഇതാര്? ഇല്ല ബാല, ഇതാരും കണ്ട ബാല? വാ, ഒരാളെ കാണിച്ചു തരാം. വാ, ഒരാളെ കാണിച്ചു തരാം. നിന്റെ ഒരു ഫേവറേറ്റ് ആളെ കാണിച്ചു തരാം. ബ്രാവോക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ഇത് കണ്ടായിരുന്നു? ബ്രാവോ ആയിരുന്നു കണ്ട? അങ്ങനെ അവർ ഒന്നുകയാണ് സുഹൃത്തുക്കളെ. അപ്പാപ്പന്റെ സ്വന്തം ബാലൻ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലേ? ഒരു ഹായ് പറ. പയ്യന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. ക്യാമറ ഫാമിലി എല്ലാം വരുന്നുണ്ട്. ഈ പയ്യനാണ് പറഞ്ഞത് നൂല് പിടിച്ചു പോയി, അവൻ വന്നിട്ട് കെട്ടാണ്. അന്തർജനങ്ങൾ. ഹലോ, പ്രശ്നക്കാരി. തൊട്ടൊക്കെ നോക്കുന്നത് നിനക്ക് കുഞ്ഞിനെയൊക്കെ എടുക്കാൻ അറിയല്ലേ? ഓ, അവിടെ കൊടുക്ക, അങ്ങോട്ട് ഒരു ഉമ്മ കൊടുക്ക്. ഡിമാൻഡഡ് അല്ലേ? ഗൈസ്, ഇത് കണ്ടായിരുന്നോ പ്രൊമോഷൻ? കുഞ്ഞിന് വരെ പ്രൊമോഷൻ. കസ്റ്റമൈസ് ചെയ്ത് പരുന്നിന്റെ പടമൊക്കെ വെച്ചിട്ട്. ആരാ പർച്ചേസ് ചെയ്തേ? സ്വന്തമായിട്ട് ചെയ്തേ.
ഗൈസ് ഞാനെന്തായാലും പെട്ടെന്ന് വീട്ടിൽ കൂടി ഒന്ന് പോയിട്ട് വരാം, അല്ലെങ്കിൽ അമ്മ സീനാക്കും. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് വരെ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്നൊന്ന് പോയിട്ട് വരാം, ഞാൻ മാത്രമേ ഉള്ളൂ. ഹായ്, ഇതൊന്ന് തല്ലെന്തോന്ന് ഗുണ്ടേ നിങ്ങൾ? ഞാൻ വരില്ലെന്ന് പറഞ്ഞപ്പോൾ എന്താ വിചാരിച്ച്? കഴിഞ്ഞ എവിടെയെങ്കിലും അമ്മയ്ക്കല്ലേ, അമ്മ എല്ലാവർക്കും കുറേ പേർക്കൊക്കെ അമ്മ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. എന്താ പറയാനുള്ളത്? താങ്ക് യു എന്നാ. ഓക്കെ, ഇപ്പോൾ കഴിച്ച് ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങും. ഞാനൊരു 10-20 മിനിറ്റേ ഉള്ളൂ. ഞാൻ ഉണങ്ങിയാ പറ. ഉണങ്ങി ഇത്രയുണ്ട് കുഞ്ഞു വാവേ ഉണങ്ങിയാ ഞാൻ ഉണങ്ങി എൽബോർഡായിടാ. ഇതിനാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ മസിലാണ്. ഇനി പോട്ടോ അപ്പാ, ഞാൻ അപ്പം ടാറ്റാ ബൈ ബൈ. ഉമ്മതാ ഈസ്റ്ററിന് രാവിലെ വരാം. ഇപ്പം ഇറങ്ങുവാണ്. ഇറങ്ങി നേരെ പച്ചൂസിൻ്റെ അവിടെ പോയിട്ട് അവിടെ നേരെ അങ്ങോട്ട് ടാറ്റ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ശരി പച്ചൂസേ, അപ്പോൾ ബൈ ബൈ, കാണാം അളിയ. ബൈ ബൈ, കാണാം. ഓക്കെ, അപ്പോൾ അളിയ പറപ്പിക്കുമല്ലേ? അളിയ പോവല്ലേ നമ്മള്? പിന്നല്ല പോവാ. ഓക്കെ, പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിന്റെ ഒരു ഇത് പറ. ആദ്യമായിട്ടാണ് കല്യാണം കഴിക്കുന്നത്. താത്തിക്കൂട്. ആദ്യമായിട്ട് കല്യാണം കഴിച്ചതിന്റെ ഒരു ഇതൊക്കെ ഉണ്ട് തുടക്കത്തിലൊക്കെ. പിന്നെ ആദ്യമായിട്ടാണ് കുഞ്ഞുണ്ടാകുന്നത്. അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. കുഞ്ഞിന്റെ ഒരു ഇത് മാറി ഇപ്പൊ ആദ്യമായിട്ട് ഉണ്ടായെന്നെ. ഇനി കല്യാണത്തിന്റെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഗുണം കേൾക്കണം. ഒരു ചെറിയൊരു ഒരു അഭിപ്രായം ചോദിച്ചപ്പോ. അപ്പൊ കേസ് നമ്മൾ നേരെ ഇനി അടൂർ കൂടലിലോട്ടാണ്. ലെറ്റ്സ് ഗോ അടൂർ. ബൈ ബൈ. നല്ലൊരു പരിപാടിയായിരുന്നു. എല്ലാരും പച്ചൂസേ പൊളിയായിരുന്നില്ലേ? എല്ലാരും വന്നല്ലേ? എല്ലാരും വന്നു. ബ്ലിപ്പടിച്ചോ? സെറ്റ്. സോ ഗൈസ്, അപ്പോൾ സമയം ഇപ്പം 9 മണിയായിട്ടുണ്ട് ഓൾമോസ്റ്റ്. നമ്മളിവിടെ കൂടുതലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെയാണ് ഗൈസ്. ഇന്നിവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ പോലുള്ള പരിപാടിയാണ്. സോ നമ്മളെ വ്ളോഗ് ഇവിടെ നമ്മൾ എൻഡ് ചെയ്യുകയാണ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വ്ളോഗ്. സോ എല്ലാവരും കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. എന്തെങ്കിലും തെറ്റ് കുറ്റം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് തിരുത്തുന്നതായിരിക്കും നെക്സ്റ്റിൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ, സീ യു. നമ്മുടെയൊക്കെ അണ്ണനുമായ മൂപ്പണ്ണൻ എത്ര നേരം എടാ നമ്മളിത്ര റെക്കോർഡ് ചെയ്തില്ല. ചോറ് കഴിക്കാൻ ഇപ്പൊ എടുത്തേടാ അവൻ. അതെല്ലാം കിട്ടണം. പച്ചൂസ് ഒരു ഹായ് പറഞ്ഞോളൂ. എങ്ങനെയുണ്ട് റിവ്യൂ പറ ഫുഡിന്റെ? അളിയ ഫുഡ് നല്ല ഫുഡ്. എൻ്റെ സ്പെഷ്യലായിട്ട് പറ. വെയിറ്റർ ഇതെന്ത് പറയുക? വെയിറ്റർ എന്ത് കറിയാണ് വെയിറ്റർ പറയണ? സാമ്പാർ എടുത്തിട്ട് വേണം. എന്തുവാടാ ഇത്? എടാ നാണം കെടു. നീ ഇത്ര നേരത്തെ നിന്റെ മാസ് കണ്ടാ വിചാരിക്കും നീ വലിയ കിടിലോന്ന്. അകത്ത് നിക്കറും ഇട്ട് വെറുതെ നാണം ഇല്ലാത്ത
പതുക്കെ കഴിക്കാനടാ ബാബു, ചുണ്ടിലും താടിയിലൊക്കെ എന്തൊക്കെ ഇരിക്കുന്നു. അതേപോലെ കവളിലും താഴെ പറ്റില്ലല്ലോ, പൈസ വല്ലേ